ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ നാളും നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് ആലോചന പറഞ്ഞു തന്ന് പോകേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തുന്ന നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ തിരുമുമ്പാകെ നാം ഇന്നുമായിരിക്കുമ്പോൾ സർവശക്തൻ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിന് ബലമേകുവാൻ ഇന്ന് നമ്മെ അറിയിക്കേണ്ട ദൈവിക ആലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കർത്താവ് നമ്മെ ഈ ദിവസങ്ങളിൽ ഏറെ അനുഗ്രഹത്താൽ, ഏറെ നന്മയാൽ, ഏറെ ദൈവികമായിരിക്കുന്ന കരുണയാൽ നടത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 28-ാമത്തെ വാക്യം: മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിൻ്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. മറഞ്ഞിരിക്കുന്നതെല്ലാം യഹോവയ്ക്കുള്ളത്, വെളിപ്പെട്ടതെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ളത്. ബൈബിളിനകത്ത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ചില വാക്കുകളും വാക്യങ്ങളും കണ്ടേക്കാം. എന്നാൽ ദൈവസന്നിധാനത്തിലിരുന്ന് ദൈവത്തോട് കർത്താവേ ഇതിൻ്റെ പൊരുൾ തിരിച്ചു തരണമെന്ന് പറയുമ്പോൾ കർത്താവ് അതിൻ്റെ പൊരുൾ, ഉള്ളടക്കം നമ്മളെ ബോധിപ്പിക്കും. അതിൽ ദൈവം വിശ്വസ്തനാണ്. അല്ലെങ്കിൽ അതിന് പറ്റിയ ആളുകളെ ദൈവം നമ്മുടെ അടുക്കൽ അയച്ച് സംശയ നിവാരണങ്ങൾ വരുത്തി നാം അറിയണം. തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത് കടിച്ചാൽ പൊട്ടാത്തതുപോലെ ആർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ, ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒതുക്കി വച്ചിരിക്കുകയല്ല. നമ്മുടെ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് നമ്മുടെ കയ്യിൽ സുലഭമായി ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ മുഴുവൻ നമുക്ക് മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ്. ഇവിടെ ഇതാ രണ്ട് കാര്യങ്ങൾ പറയപ്പെട്ടിരിക്കുകയാണ്: മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വെളിപ്പെട്ട കാര്യങ്ങൾ. എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഏതിനെയായിരിക്കാം ഉദ്ദേശിക്കുന്നത്? നമുക്ക് ലളിതമായിട്ട് ചിന്തിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് കുറേ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിച്ചേക്കാം. നമുക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള വലിയ ആകാംക്ഷ കണ്ടേക്കാം. പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നതാണ് ജീവിതത്തിന് ഇത്ര ഒരു ത്രില്ലാകുന്നത്. എല്ലാ കാര്യവും ഇങ്ങനെ നേരത്തെ കൂട്ടി നമ്മളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ജീവിതം ഇത്രയും സുന്ദരമാകില്ല, ജീവിതം ഇത്രയും ആകാംക്ഷഭരിതമാകില്ല. മറച്ചു വയ്ക്കുക എന്നുള്ളത് മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചൊരു വേദവാക്യമാണ്. രാജാക്കന്മാരുടെ പ്രത്യേകതയാണ് കാര്യം മറച്ചു വയ്ക്കുക എന്നുള്ളത്. അപ്പം ചില കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുക. ഒരു രാഷ്ട്രമായാൽ പല കാര്യങ്ങളും മറഞ്ഞിരിക്കുന്നത്, ജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത, ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും കണ്ടേക്കാം. എല്ലാം അറിയണമെന്ന് ശഠിക്കരുത്. ജീവിതത്തിലൊക്കെ ചില കാര്യങ്ങൾ, രഹസ്യ വിവരങ്ങൾ കാണും. ഒരു രാഷ്ട്രത്തിന്, ഒരു കുടുംബത്തിനൊക്കെ എല്ലാവരും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കാണും. ഇതുപോലെ തന്നെയാണ് ദൈവിക പദ്ധതിക്കകത്തും നമ്മൾ അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ കാണും. എന്നാൽ ദൈവം നമ്മളെ അറിയിച്ച ചില കാര്യങ്ങൾ കാണും. നമ്മളിങ്ങനെ പറയാം, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് വെച്ച് ന്യായപ്രമാണം അനുസരിച്ച് നമ്മളെ സെറ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടി, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ, ചില കാര്യപരിപാടികൾ വെളിപ്പെട്ട് കിട്ടിയാൽ അതിന് തക്കവണ്ണം. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് ഒരിക്കൽ പറഞ്ഞു, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് തക്കവണ്ണം നീ നല്ല മനസാക്ഷിയുള്ളവനായി എന്ന് പറഞ്ഞ് തുടരുന്ന വാക്യത്തിൻ്റെ ഉള്ളടക്കം, പ്രവചനത്തിലൂടെ പല മർമ്മങ്ങളും, നീ ആരാകണം, നീ എന്താകണം എന്നുള്ളത്, നിന്നെക്കുറിച്ചുള്ളത് ദൈവം തൻ്റെ പ്രവാചകനിലൂടെ, പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പെട്ട് കിട്ടിയാൽ
പിന്നെ നീ ആ വെളിപ്പെട്ട് കിട്ടിയതിന് തക്കവണ്ണം, ആ പ്രവചനത്തിന് തക്കവണ്ണം നിൻ്റെ മനസ്സാക്ഷിയും നിൻ്റെ ജീവിതവും എല്ലാം നീ ട്യൂൺ ചെയ്തോളണം. വെളിപ്പെടുത്തി കിട്ടിയതിന് തക്കവണ്ണം. വെളിപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ ദൈവത്തിനുള്ളതാണ് എന്ന് പറയുമ്പോഴും നമുക്കതിനെ ഗ്രഹിപ്പാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം, കേൾക്കണേ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതുണ്ട്. നാം എന്ന് വരെ ഈ ഭൂമിയിൽ കാണും, നമ്മുടെ മരണ ദിവസം എന്നായിരിക്കും. ഈ കാര്യം കാലേ കൂട്ടി കർത്താവ് നമുക്ക് ഡേറ്റ് കുറിച്ച് തന്നിട്ടില്ല. ജാതകം എഴുതി തരുന്നത് പോലെ എന്ന് മുതൽ എന്ന് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. ദൈവം അത് മറച്ചു വെച്ചിരിക്കുക. ആ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം യഹോവയ്ക്കുള്ളതാണ്. അതിനകത്തേക്ക് നമ്മൾ എത്തി നോക്കണ്ട. അവിടെ ഒരു കാര്യം മാത്രം നമ്മൾ സമാധാനപ്പെട്ടാൽ മതി. മറഞ്ഞിരിക്കുന്ന കാര്യം പിശാചിൻ്റെ കയ്യിലല്ലല്ലോ, നാട്ടുകാരുടെ കയ്യിലല്ലല്ലോ, എൻ്റെ ശത്രുവിൻ്റെ കയ്യിലല്ലല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് നടത്തിപ്പിൽ വരുത്താനുള്ള വഴി, ആ വഴി എല്ലാത്തിനും ഒരു നീക്കുപോക്കുണ്ട്, എല്ലാത്തിനും വഴിയുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളാരെങ്കിലും ഇപ്പോൾ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വലിയ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്ന കാര്യം നമുക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്ന് തീരും ഈ പ്രയാസം എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരായിരിക്കും നമ്മളെ സഹായിക്കാൻ വന്ന് ഈ കാര്യത്തിൽ നമ്മൾ രക്ഷിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ വഴി മറഞ്ഞിരിക്കുക. ദൈവം തമ്പുരാൻ അതെപ്പോഴും നമ്മളെ ബോധിപ്പിച്ച് മനസ്സിലാക്കി തന്നിരിക്കുകയില്ല. അപ്പോൾ എന്ത് നമ്മൾ മനസ്സിലാക്കണം? ആ വഴി, ഞാൻ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള വഴികൾ എന്താണ് എന്ന് തപ്പി നമ്മൾ നടക്കുകയല്ല. നമ്മൾ തിരിച്ച് ചിന്തിക്കണം, ഇപ്പോഴത്തെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതെനിക്കറിയില്ല, പക്ഷേ അത് മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിനുള്ളതാണ്. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞൊരു വാക്യമുണ്ട്. അവൻ തൻ്റെ അത്ഭുതങ്ങളെ ഇസ്രായേൽ മക്കൾക്കും തൻ്റെ വഴികളെ മോശയെയും അറിയിച്ചു. അപ്പം ചില കാര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെടാനുള്ള വഴികളുണ്ട് ദൈവമക്കളെ. ചെങ്കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഈ ചെങ്കടൽ കിടന്ന് അക്കരെ പോകുന്നത് എങ്ങനെയാണെന്ന് അവസാന നിമിഷം വരെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അത് മറഞ്ഞിരിക്കുമായിരുന്നല്ലോ. അത് ഫറവോൻ്റെ കയ്യിലല്ലായിരുന്നല്ലോ, അത് പിശാചിൻ്റെ കയ്യിലല്ലായിരുന്നല്ലോ, അത് അവിടുത്തെ നാട്ടുകാരുടെ ഈ നഗരപ്രമുഖൻ്റെയും കയ്യിലല്ലായിരുന്നല്ലോ. അവരാണ് വിളിച്ച് പറഞ്ഞേ, മക്കളെ ഇത് ഫറവോൻ വരുന്നതിനൊക്കെ ഞാൻ പറഞ്ഞു വഴി പറഞ്ഞുതരാം, മോനെ വന്നേ തിരി കൂടെ പൊക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാരോ അവിടുത്തെ നഗരപ്രമുഖനോ അല്ലല്ലോ ഇസ്രായേൽ മക്കൾക്ക് അക്കരെ കടക്കാൻ ഫറവോൻ തൊടാതിരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് നാട്ടുകാരല്ലല്ലോ. അങ്ങനൊരു വഴി ഉണ്ടായിരുന്നല്ലോ പ്രിയരെ. അത് ആരുടെ കയ്യിലായിരുന്നു? അത് യഹോവയുടെ കയ്യിൽ. യഹോവയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ്റെ കയ്യിലായിരുന്നു. പ്രിയരെ, ഒരുപാട് കാര്യങ്ങൾ എന്നെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെട്ടതുമുണ്ട്, മറഞ്ഞിരിക്കുന്നതുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മറഞ്ഞിരിക്കുന്നത്, നമ്മളങ്ങ് തലേ ചൊറിഞ്ഞുകൊണ്ട് മറഞ്ഞിരിക്കുന്നതെല്ലാം പിശാചിൻ്റെ കയ്യിലാണ്, അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്, അവൻ എന്നൊക്കെ ചെയ്യാം. ഇങ്ങനെ ചിന്തിക്കരുത്. നിങ്ങളൊന്ന് കൂൾ ഡൗൺ ആയിക്കുക, ഒന്ന് തണുത്തേ. എന്നിട്ട് നിങ്ങൾ ഈ വാക്യം വെച്ച് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും പിടിയില്ല, അത് മറഞ്ഞിരിക്കുക. കാര്യം നടക്കും എന്നെൻ്റെ ഹൃദയം പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ നടക്കും എന്നതെനിക്കറിയില്ല. അത് എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണിരിക്കുന്നത്. വെളിപ്പെട്ട് കിട്ടിയതല്ല, നമുക്കുള്ളതാണ്. നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അത് മുഴുവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നമുക്ക് ഉള്ളതായത് നാം ദൈവത്തെ അനുസരിച്ചും ന്യായപ്രമാണപ്രകാരമൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യത്തെ ഭാഗം ഒന്നോടെ പറയാം. പല കാര്യങ്ങളും മറഞ്ഞിരിക്കുക. ശത്രു യെരിഹോ മുതൽ കെട്ടിപ്പൊക്കി. എങ്ങനെ ഇനി മുമ്പോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. യോശുവയ്ക്കറിയില്ല.
പക്ഷെ മറഞ്ഞിരിക്കുന്ന അതിൽ നിന്നുള്ള ഡെലിവറൻസിനുള്ള വഴി എന്തെന്നുള്ളത് അവിടെ ആർക്കും അറിയില്ല. പക്ഷെ കർത്താവിനറിയാം. യോർദാൻ്റെ കാര്യത്തിനും ഓരോരോ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്. ചിലരുടെ കണ്ണിന് കാഴ്ച കൊടുത്തപ്പോൾ പറഞ്ഞില്ലേ, ശീലോഹാൻ കുളത്തിൽ പോയി കഴുകുക. അതൊരു മറഞ്ഞിരുന്ന രഹസ്യമാണ്. എന്തിനാണെന്നൊന്നും അറിയില്ല. ആ ദൈവത്തിൻ്റെ കയ്യിൽ വഴിയുണ്ട്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. തക്ക സമയത്ത് കർത്താവ് അത് പറഞ്ഞു തരും. പറ്റിച്ചേർന്ന് നിന്നാൽ മതി. ഇന്ന് നാം ഇത് പറയുമ്പോൾ ഇരുത്തി ചിന്തിച്ച് സ്തോത്രം ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ, എന്നെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. എനിക്കത് മറിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഞാൻ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യുന്നറിയില്ലെന്നല്ല. അതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് മുന്നോട്ട് പോകാനുള്ള അതിൻ്റെ പാസ്വേഡും വഴികളും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അടഞ്ഞു കിടക്കുന്നത് തുറക്കാനുള്ളതൊക്കെ ദൈവത്തിനറിയാം. മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിനുള്ളത്, വെളിപ്പെട്ടതെല്ലാം നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനുഷ്യജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ പലരും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നത് മറഞ്ഞിരിക്കുന്നതെല്ലാം എനിക്കുള്ളതാണെന്ന് കർത്താവ് പറഞ്ഞാൽ ഞങ്ങൾ ആശങ്കപ്പെടണ്ടല്ലോ. കർത്താവേ, എത്രയോ കാര്യങ്ങൾ എങ്ങനെ 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 എന്ന് ചോദിച്ച് ഭാരപ്പെടുന്നവർ കണ്ടേക്കാം. നാഥനോട് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം കർത്താവിൻ്റെ കയ്യിലുണ്ടല്ലോ. വെളിപ്പെടുത്തണം, കരുണ കാണിക്കണം, വഴി പറഞ്ഞു കൊടുക്കണം. അങ്ങയുടെ കയ്യിൽ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള, ഉയരാനുള്ള, തല ഉയർത്താനുള്ള അതിൻ്റെ വഴികൾ അങ്ങയുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.